നമ്മൾ പല സാഹചര്യങ്ങളിലും നമുക്കൊരിക്കലും ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷൻസ് ചില ആൾക്കാർ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് അയാൾക്ക് നല്ല മനക്കരുത്തുള്ള ആളാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ തോറ്റുപോയി എന്ന് തോന്നുമ്പോൾ അവിടെ നിന്ന് വീണ്ടും നമുക്ക് എണീറ്റ് പോകാനുള്ള ഒരു എനർജി നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നത്, അതല്ലെങ്കിൽ വീണെടുത്ത് നിന്ന് നമ്മൾ വീണ്ടും എണീറ്റ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നത്. അപ്പോൾ അതിനുള്ളൊരു മനസ്സാണ് നമ്മൾ മനക്കരുത്ത് എന്ന് പറയുന്നത്. മനക്കരുത്തുള്ള ആൾക്കാർ അവരെ ഏറ്റവും കൂടുതൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് ഭംഗിയായിട്ട് ഫേസ് ചെയ്യാം എന്നൊരു വിശ്വാസം അവരുടെ മനസ്സിൽ കാണും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരിക്കലും പ്രശ്നങ്ങളിൽ തളർന്നു പോകാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ അതിനെ മോശമായിട്ട് എടുക്കാതെ ആ വിമർശനങ്ങളിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എന്തുണ്ട് എന്ന് നോക്കിയിട്ട് അതിനു വേണ്ടി മുമ്പോട്ട് പോകുന്നവരാണ്. അല്ലെങ്കിൽ ആ വിമർശനങ്ങളെ എങ്ങനെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കുറ്റപ്പെടുത്തുന്നതിലൊരു കാര്യമുണ്ടെങ്കിൽ നമുക്കത് തിരുത്താം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. മാത്രമല്ല ഇവർ വളരെയധികം പങ്ക്ച്വാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും, നന്നായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും, എന്ത് കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ടൈം മാനേജ് ചെയ്ത് അവർ കംപ്ലീറ്റ് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും. പിന്നെ ഓവറായിട്ട് ആരോടും റിയാക്ഷനോ അല്ലെങ്കിൽ ആരോടും മറുപടി പറയാനോ ഒന്നും പോകാത്ത ആൾക്കാരായിരിക്കും. കാരണം നമുക്ക് മറ്റുള്ള ആൾക്കാരോട് ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ ദേഷ്യപ്പെടാതെ, അല്ലെങ്കിൽ നമുക്കത് വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് നല്ല മനക്കരുത്തുള്ളവർക്ക് അല്ലെങ്കിൽ നല്ല വിൽ പവർ ഉള്ളവർക്കേ പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം നമ്മൾ എത്രയോ വഴക്കടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല പവർഫുൾ ആണ് നമ്മൾ സൈലൻ്റ് ആയിട്ട് ആ ഒരു കാര്യം ഫേസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മനക്കരുത്തുള്ള ആൾക്കാർ നമുക്ക് പല സാഹചര്യങ്ങളിലും നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ റിയാലിറ്റിയിൽ നമുക്കത് അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു മനക്കരുത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ കാണുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക.